2006 വേങ്ങേരിയിൽ 1824 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഈ 1824 വീടുകളും ഒരു പഠനത്തിന് വിധേയമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ സർവേ ഫലം പരിശോധിച്ചപ്പോൾ ഞങ്ങളെ വേദനിപ്പിച്ചത് 7 പേർ ക്യാൻസർ രോഗികളാണ്. ക്യാൻസറിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊരു കാരണമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന പച്ചക്കറികൾ, അമിതമായ രാസവളം, അന്തർലീനമാകുന്ന കീടനാശിനികൾ. മറ്റൊന്നാണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന ഡയോക്സിൻ. അപ്പോൾ ഈ പഠന റിപ്പോർട്ട് ഞങ്ങളുടെ 101 വീട്ടുകാരുടെ ഒരു യോഗം വിളിച്ച് അതിൽ അവതരിപ്പിച്ചു. ഞങ്ങളുടെ മനസ്സിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഇനി ഞങ്ങൾക്ക് വേണ്ട പച്ചക്കറി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. 2008 അന്നത്തെ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ വേങ്ങേരിയിലേക്ക് വന്നു. ഇത് നേരിട്ട് കാണാൻ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ജൈവകൃഷി സാധ്യമാണെന്ന്. അദ്ദേഹം 2008 വേങ്ങേരിയെ കേരളത്തിലെ ആദ്യത്തെ ജൈവ വാർഡായി പ്രഖ്യാപിച്ചു. 2010 അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ജൈവ നയം പ്രഖ്യാപിച്ചത് വേങ്ങേരി വെച്ചാണ്. അതിലേക്ക് എത്തിച്ചത് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ കമ്പനിയായി രജിസ്റ്റർ ചെയ്തത് നബാർഡിൻ്റെ സഹായത്തോടെ. ഒരു വർഷം കൊണ്ട് 1 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കണമെന്നാണ് നബാർഡ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ വർഷം തന്നെ 3 കോടി ഞങ്ങൾ പൂർത്തിയാക്കി 4ാമത്തെ കോടിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കമ്പനീൻ്റെ കീഴിൽ 5 ഡിവിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് സസ്റ്റൈനബിൾ ഫാമിംഗ്, 2ാമത്തേതാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതിനുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നത്, അതിൻ്റെ കൺസൾട്ടൻസി. കോഴിക്കോട് കോർപ്പറേഷൻ്റെ റീസൈക്ലിംഗ് യൂണിറ്റ് 3 വർഷത്തേക്ക് നിർവ്വഹണം ഏറ്റെടുത്തത്. കേരളത്തിൽ ആദ്യമായിട്ട് കുരുവട്ടൂർ പഞ്ചായത്തിലെ പൈമ്പറ വാർഡ് ഞങ്ങൾ ഏറ്റെടുത്തു. പിന്നീട് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ സഹായത്തോടെ 12 പഞ്ചായത്തിലേക്ക് അത് നടപ്പിലാക്കി. പിന്നെ എയർപോർട്ട്, IIM, NIT, റെയിൽവേ, ഇപ്പോൾ ലക്ഷദ്വീപ് വരെ ഞങ്ങൾ ഈ മാതൃക കാട്ടിക്കൊണ്ടിരിക്കുക. 3ാമത്തേതാണ് എനർജി കൺസർവേഷൻ. അതിൽ ഞങ്ങൾ LED ബൾബ് നിർമ്മാണം, പിന്നെ സോളാർ പാനൽ, അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റുകൾ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. 4ാമത്തേതാണ് നമ്മൾ വാട്ടർ കൺസർവേഷൻ. 11 വർഷമായിട്ട് ഞങ്ങൾ നിറവ് ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരിൽ കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ 101 വീടുകൾ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തു. പുതിയ ഓരോ മാതൃകകൾ ഓരോ വീട്ടുകാരും കാണിച്ചു കൊടുത്തു. ഇത് കാണാൻ വേണ്ടി 1,80,000 പേരാണ് കേരളത്തിന് പുറത്തുനിന്നായിട്ട് ഇവിടെ വന്നത്. ഞങ്ങളുടെ ഓരോ വീടിൻ്റെയും മുൻഭാഗവും പിൻഭാഗവും ആളുകൾ കണ്ടു വൃത്തിയായി എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന്. ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥലമുള്ള ഒരാളുണ്ട്, ഗാങ്ങൻ എന്ന് പറഞ്ഞില്ല, 1.5 സെൻറ്റ് സ്ഥലമായിട്ടുള്ളൂ. അദ്ദേഹത്തിന് ടെറസിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് ആവശ്യത്തിലധികം പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 1.5 സെൻറ്റുകാരന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ 5 സെൻറ്റുകാരനായി എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ? അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ, അതിൻ്റെ ഒരു എക്കണോമിക്സാണ് ആ വീട്ടിൽ പറഞ്ഞു കൊടുത്തത്. ഇവിടെ ആശയുടെ വീട്ടിൽ 3 പശുക്കളാണ്. ആ ആലയുടെ പിന്നിൽ ഒരു തുള്ളി ഗോമൂത്ര ചാണകം വരുന്നില്ല. അത് കംപ്ലീറ്റ് പൈപ്പ് ലൈൻ വഴി ഞങ്ങൾ ശേഖരിക്കുന്നു. അത് ഉപയോഗിച്ചിട്ട് പ്രത്യേക വളക്കൂട്ടുകളും കീടനിയന്ത്രണ ലായനികളും ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ 3 പശുള്ള ആലയെ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഒരു പശുള്ള ആലയെ എനിക്കും ചെയ്തുകൂടെ? ഈ ഒരു തോന്നലുണ്ടാക്കാനാണ് ആ മിഡോരി എന്ന എക്സിബിഷനിലൂടെ ഞങ്ങൾ ചെയ്തു കൊടുത്തത്.